SCRT MCQ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ പഠിച്ച 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനായി നിയോഗിക്കപ്പെട്ട അതിർത്തി നിർണയ കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു, സർ സിറിൽ റാഡ്ക്ലിഫ്, VP മേനോൻ, ലിയാഖത്ത് അലി ഖാൻ. ആരാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സർ സിറിൽ റാഡ്ക്ലിഫാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സർ സിറിൽ റാഡ്ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ചത്. അദ്ദേഹം വെറും 5 ആഴ്ചകൾ കൊണ്ടാണ് ഇന്ത്യയെ മുൻധാരണകളൊന്നുമില്ലാതെ ഈ അതിർത്തി രേഖ വരച്ചുണ്ടാക്കിയതല്ലേ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചത്? തീൻമൂർത്തി ഭവൻ, രാജ്ഘട്ട്, ബിർള ഹൗസ് അങ്കണം, ചെങ്കോട്ട. എവിടെ വെച്ചിട്ടാണ്? ബിർള ഹൗസ് അങ്കണം അല്ലേ. 1948 ജനുവരി 30 ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിച്ചു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകി. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 2ഉം ശരിയാണല്ലേ. ആ 2 പ്രസ്താവനകളും ശരിയാണ്. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സഭയുടെ പ്രവർത്തനം ആരംഭിക്കുകയും അവസാനം 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകുകയും ചെയ്തു. വിഭജനാന്തരം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം ഇന്ത്യൻ ഗവൺമെൻറ് പൂർണ്ണമായും പരിഹരിച്ചത് ഏത് വർഷത്തോടെയാണ്? എവിടെ നിന്നാണ്? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന്. 1948, 1950, 1951, 1956. ഏതാണ്? 51 അല്ലേ. 51 അല്ലേ? അതെ. 1947 ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇന്ന് ഏത് രാജ്യമാണ്? മ്യാൻമാർ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ. ഏതാണ്? ബംഗ്ലാദേശ് ആണല്ലേ. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ കിഴക്കൻ ബംഗാൾ പ്രദേശം കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലാണ് പാകിസ്ഥാൻ്റെ ഭാഗമായത്. എന്നാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ കടുത്ത വിവേചനങ്ങൾക്കെതിരെ പോരാടി 1971 ഇന്ത്യയുടെ സഹായത്തോടെയാണ് ഈ പ്രദേശം ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്രമായത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളുടെ ആകെ എണ്ണം എത്രയായിരുന്നു? സ്വതന്ത്ര നാട്ടുരാജ്യങ്ങൾ എത്രയായിരുന്നു? 500, 542, 565, 601. എത്രയാ? 565 അല്ലേ. 565. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സർദാർ വല്ലഭായ് പട്ടേലും മലയാളിയായ VP മേനോനും ലയനക്കരാർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ വഴി ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നീ നാട്ടുരാജ്യങ്ങൾ ആദ്യമേ തന്നെ ലയനക്കരാറിൽ ഒപ്പുവയ്ക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. മേൽ പറഞ്ഞവയിലേതാണ് ശരി? ഇപ്പോൾ 2 പ്രസ്താവന, 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 1ാമത്തെ ശരിയാണല്ലേ. 2ാമത്തെ ശരിയാണോ? അല്ല. കാരണം ഈ ജുനഗഡും ഹൈദരാബാദും കാശ്മീർ അവരൊക്കെ എന്താണ്? ആദ്യഘട്ടത്തിൽ ലയനക്കരാറിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചിരുന്നവരാണ്. പിന്നീട് ശക്തമായ നയതന്ത്ര സൈനിക ഇടപെടലുകളിലൂടെയാണ് അവരെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. അത് ഓരോ വർഷവും ഓരോ കാര്യങ്ങളും അതും ഓർത്തു വയ്ക്കണം കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന ഇപ്പം സിമ്പിളായിട്ട് വൺലൈനറായിട്ട് പഠിക്കുന്നത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 മാത്രമാണിത്. പാർട്ട് 2 ഇന്ന് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണുക. അതിനുശേഷം നാളെ അതിൻ്റെ MCQ സെക്ഷൻ റിവിഷൻ 6 മണിക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 10ാം ക്ലാസ് വരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ SCRTയിലെ ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി അതിൻ്റെ ഒരു ഹോൾ റിവിഷൻ ഉണ്ടാവും. പിന്നെ PYQ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുന്നു.
ഈ ഒരു അതായത് SCERT എത്രത്തോളം നമ്മൾ ആ കറക്റ്റ് സെൻറ്റൻസും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ് അല്ലേ. SCERT NCERT അതാണ് ഇങ്ങനെ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ PYQ ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ ആഡ് ഓൺ ചെയ്ത് വരും കേട്ടോ. അടുത്ത ചോദ്യം, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ ശക്തമായ സൈനിക ഇടപെടലിൻ്റെ കോഡ് നാമം എന്തായിരുന്നു? ഹൈദരാബാദ് അല്ലേ. നോക്കിയേ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ ശക്തി, ഓപ്പറേഷൻ മേഘദൂത്. ഏതാണ്? ഓപ്പറേഷൻ പോളോയാണ്. പോളോ അല്ലേ, പോളോ. പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ഗോവ, ദാമൻ ആൻഡ് ദിയു എന്നീ പ്രദേശങ്ങളെ 1961 മോചിപ്പിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ഇടപെടൽ ഏതാണ്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പോളോ, ഓപ്പറേഷൻ ക്ലീൻ, ഓപ്പറേഷൻ ബുദ്ധ. ഏതാണ്? വിജയ് ആണ്. മാറിപ്പോരുത് കേട്ടോ. ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ഹൈദരാബാദാണ് പോളോ. ഓക്കെ, ഇത് പോർച്ചുഗീസിൻ്റെ ദമൻ ആൻഡ് ദിയു ആണെങ്കിൽ അത് വിജയ്, നമുക്കറിയാവുന്നതാണ്, എന്നാലും മാറിപ്പോരുത് കേട്ടോ, അത് വിജയ് ആണ്. അടുത്ത ചോദ്യം, വിദേശാധിപത്യ പ്രദേശങ്ങളുടെ മോചനവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓരോന്ന്. പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി, ഫ്രാൻസ് 1954. ദാദ്ര നാഗർ ഹവേലി പോർച്ചുഗലിൻ്റെ കയ്യിൽ 54. ദെൻ ഗോവ, ദാമൻ ആൻഡ് ദിയു പോർച്ചുഗൽ 61. ചന്ദ്രനഗർ യാനം പോർച്ചുഗൽ 54. തെറ്റായത് ഏതാണിതിൽ? ഓപ്ഷൻ ഡി അല്ലേ. കാരണം എന്താണ്? ചന്ദ്രനഗർ യാനം അതൊക്കെ ആരുടേതാണ്? പോണ്ടിച്ചേരി, കാരയ്ക്കൽ, മാഹി എന്നിവ ആരുടേതാണ്? ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായ പ്രദേശങ്ങളാണ് അല്ലേ. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായ പ്രദേശങ്ങളാണ്. അതാണ് തെറ്റിയത്, പോർച്ചുഗലല്ല. അടുത്ത ചോദ്യം, പ്രത്യേക ആന്ധ്രാ സംസ്ഥാനം രൂപീകരണത്തിനായി 58 ദിവസം നിരാഹാരമനുഷ്ഠിച്ച് രക്തസാക്ഷിയായ നേതാവാരാണ്? ഫസൽ അലി, പോറ്റി ശ്രീരാമലു, KM പണിക്കർ, IK കുമാരൻ മാസ്റ്റർ. പോറ്റി ശ്രീരാമലു അല്ലേ. മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന ജനങ്ങൾക്കായി പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് പോറ്റി ശ്രീരാമലു 58 ദിവസം നിരാഹാരമനുഷ്ഠിച്ച് ജീവത്യാഗം നടത്തിയത്. 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളായിരുന്നവർ ആരൊക്കെ? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു, വിനോബ ഭാവെ, JC കുമരപ്പ, ശ്രീരാമലു, ഡോക്ടർ രാധാകൃഷ്ണൻ, ലക്ഷ്മണസ്വാമി. പുനഃസംഘടനാ കമ്മീഷനിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ ബി അല്ലേ, ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലി തലവനായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ആസൂത്രണ മാതൃക സ്വീകരിച്ച് 1950 മാർച്ച് 15 ആരുടെ അധ്യക്ഷതയിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? ഡോക്ടർ BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലേ. USSRൻ്റെ ആസൂത്രണ മാതൃക സ്വീകരിച്ച് 1950 മാർച്ച് 15 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. കൃഷിയുടെയും വ്യാവസായിക വളർച്ചയുടെയും ഭാഗമായി രാജ്യത്ത് നിർമ്മിച്ച ബഹുമുഖ നദീതട പദ്ധതികളിലെ അണക്കെട്ടുകളെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വിനോബ ഭാവെ, ഡോക്ടർ MS സ്വാമിനാഥൻ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നിർമ്മിച്ച ബക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി തുടങ്ങിയ വലിയ അണക്കെട്ടുകളെയും ബഹുമുഖ നദീതട പദ്ധതികളെയും ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന് വിശേഷിപ്പിച്ചത്. അവസാനത്തെ ചോദ്യം, വ്യാവസായിക വളർച്ചയുടെ ഭാഗമായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് പ്ലാന്റുകളെക്കുറിച്ച് താഴെ പറയുന്ന ജോഡികൾ പരിശോധിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ആക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏതൊക്കെയാണ്? റൂർക്കേല ഒഡീഷ ജർമ്മനിയുടെ സാങ്കേതിക സഹായം, ഭിലായ് സോവിയറ്റ് യൂണിയൻ്റെ സഹായം, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ സഹായം. ചോദിച്ചിരിക്കുന്നത് മേൽ പറഞ്ഞവയിൽ ഏതൊക്കെ ജോഡികളാണ് ശരിയായി നൽകിയിരിക്കുന്നത് എന്നാണ്. ഏതൊക്കെയാണ്? റൂർക്കേല ഒഡീഷ ജർമ്മനി,
ഭിലായ് ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ യുണൈറ്റഡ് കിങ്ഡം. എല്ലാം ശരിയാണ് അല്ലേ? 1, 2, 3 എല്ലാം ശരിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ വ്യാവസായികവൽക്കരണത്തിനൊക്കെ മുൻഗണന നൽകുകയും വിവിധ വിദേശ രാജ്യങ്ങളിലെ സാങ്കേതിക സഹായത്തോടെ ഈ ഇരുമ്പുരുക്ക് പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു.